മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്ന ബ്രദറൻ സഭകളിൽ പ്രധാന മൂപ്പൻ എന്നൊരാളുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. സാധാരണ നമുക്കറിയാം, വേർപാട് സഭ മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്ന സഭയാണ്. ആ സഭയിൽ പ്രധാന മൂപ്പൻ എന്നൊരു മൂപ്പനുണ്ടോ? മൂപ്പന്മാർ എന്ന പ്രയോഗം ബഹുത്വമാണെന്ന് നാം ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം സഭയിൽ ഒന്നിലധികം മൂപ്പന്മാർ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധം ആർക്കും പറയാനാവില്ല. ചെറിയ സ്ഥലത്തിൻ്റെയാണെങ്കിൽ ഒരു മൂപ്പൻ ഉണ്ടായാലും കുഴപ്പമില്ല. ബഹുത്വമുണ്ടെങ്കിൽ ആ ബഹുത്വം ഉള്ള മൂപ്പന്മാരെല്ലാം തുല്യരാണെന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. അവിടെ ഒരാൾക്ക് പ്രാമാണികത്വം അല്ലെങ്കിൽ കൂടുതൽ അധികാരവും മറ്റൊരാൾക്ക് അധികാരം കുറഞ്ഞതായിട്ടും ഒരിടത്തും നാം കാണുന്നില്ല. പക്ഷേ ഒരു സന്ദേഹമുണ്ടാകാം. 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ സഭയുടെ ദൂതൻ എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. ആ ദൂതൻ എന്ന് വിവക്ഷിക്കുന്നത് സഭയിലെ ഒരു മൂപ്പനോ സുവിശേഷകനാകാം. അപ്പോൾ ആ ദൂത് സ്വീകരിക്കുന്ന ഒരാൾ ആ സഭയുടെ പ്രതിനിധിയാണ്. ഇനി മറുവശമുണ്ട്. ഒരു യോഗം കൂടുമ്പോൾ 4-5 മൂപ്പന്മാരുണ്ടെങ്കിൽ ഒരുപോലെ അധ്യക്ഷനായിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇതുപോലെയുള്ള യോഗത്തിന് ഒരാളിപ്പോൾ അധ്യക്ഷനുണ്ട്, എല്ലാവർക്കും ഒരുപോലെ സാധ്യമല്ല. അപ്പോൾ അതിൽ ഒരാൾ അധ്യക്ഷനായിരിക്കുന്നത് കൊണ്ട് അയാൾ മറ്റുള്ളവരെക്കാൾ വലുതും അല്ല. നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രമാദം, ഗുരുതരമായ തെറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷൻ, ഭരണമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കുഴപ്പമാണ്. പ്രധാനമന്ത്രി എന്നാണ് ഇംഗ്ലീഷ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രധാന മന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റർ എന്ന മിനിസ്റ്റർ പദമാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ചീഫ് മിനിസ്റ്ററാണ്. അവരെല്ലാം നമ്മുടെ മലയാളികളുടെ വീക്ഷണത്തിൽ മന്ത്രിയാണ്. നമുക്ക് ഈ ശുശ്രൂഷയോട് താല്പര്യം ഇല്ല. എല്ലാവർക്കും മേൽക്കോയ്മ, അധികാരം, സ്ഥാനം, ഇതാണ് സാധ്യത. ബൈബിളിലെ കർത്താവ് പറയുന്നത് ഒരുവൻ നേതൃസ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ മറ്റുള്ളവൻ്റെ ശുശ്രൂഷകനാകണമെന്നാ. അപ്പോൾ ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആള്, അദ്ദേഹം ഭരണാധികാരിയല്ല, ശുശ്രൂഷകനാണ്, സേവനം ചെയ്യുന്നവരായിരിക്കണം. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മിൽ ആരാണ് മികച്ചയാള്, കഴിവേത് ആളാണ് കൂടുതൽ കൃപാവരമുള്ളത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അതൊരു ധാരണ ചെയ്യുവാൻ കഴിയണം. വേർപാട് സഭകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അത് മേൽക്കോയ്മ ഏതെങ്കിലും ഇന്റലിജന്റ് ബൗദ്ധികമായ ഔന്നത്യമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികപരമായ മികവുള്ളവരോ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമെന്നും ആ ആൾ അധ്യക്ഷനായിരിക്കണമെന്ന ചിന്ത വരുന്നത് ഒരു കാലത്തും ദൈവസഭയ്ക്ക് യോജിച്ചതല്ല. കർത്താവ് നിയോഗിക്കുമ്പോൾ കർത്താവ് അപ്പോസ്തലന്മാരെ എല്ലാം ഒരു തരത്തിലാണ് നിയോഗിച്ചത്. എങ്കിലും ഒരാൾക്കൊരു നേതൃത്വം കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ ചിന്തിച്ചതുപോലെ ആ നേതാവ് എക്കാലും അങ്ങനെ തുടർന്നിട്ടില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരളവിൽ ഒരു ചിന്തകൻ പറഞ്ഞത്, ക്രൈസ്തവ സഭയ്ക്കൊരു പോപ്പുണ്ടെങ്കിൽ, ഞാൻ അടിയൊരിട്ടാണ് പറയുന്നത്, അത് പൗലോസാണെന്നാണ് പറഞ്ഞു. ഒരാൾ ശരിയാണ്. ഈ സുവിശേഷ പ്രസ്ഥാനത്തെ വിശ്വവ്യാപകമായ ഒരു പ്രസ്ഥാനമായി വളർത്തിയെടുത്ത് അപ്പോസ്തലൻ പൗലോസാ. പക്ഷേ പൗലോസ് അല്ല സഭയുടെ ഏകൈക നേതാവ്. എല്ലാ സഭകളെയും കോർത്തിണക്ക് നേതാവില്ലാത്തതുപോലെ തന്നെ ഈ സഭകൾക്കെല്ലാം കൂടെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക സഭയ്ക്ക് മൊത്തത്തിൽ ഒരു നേതാവ് ഇല്ല. ബഹുത്വമാണ്. ആ ബഹുത്വത്തിലുള്ള ഒരാൾക്ക് കൃപാവരം അധ്യാപനമാണെങ്കിൽ അധ്യാപനം നിർവഹിക്കുക, ഒരാൾക്ക് നേതൃത്വമാണെങ്കിൽ അദ്ദേഹം നിർവഹിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ ധാരണയിലെത്തി അത് നിർവഹിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് പ്രശ്നമുണ്ടാകുകയില്ല. മറിച്ച് സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അവിടെ പരാജയം സംഭവിക്കും. നമ്മൾ ഈ എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ ചിലർക്ക് അറിവില്ലായിരിക്കാം. ആ പ്രസ്ഥാനത്തിലെ സവിശേഷത ഞാൻ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയാം. ആരും ഒരു അനൗൺസറിനില്ല, ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരും ഒന്ന് പ്രസംഗിക്കുക. ആരാണ് പ്രസംഗിക്കുന്നതെന്ന് പറയുക പോലും ചെയ്യുകയില്ല. ഒരുപക്ഷെ TPM നിങ്ങൾ കേട്ട് കാണും. TPMൽ മിഷൻ, അവിടെ ആരാണ് പ്രസംഗിക്കുന്നതെന്ന് പുറമെ ആർക്കും അറിയാൻ പാടില്ല. ഒരാൾ വന്ന് പ്രസംഗിക്കും, നേരത്തെ ധാരണയാകും. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ പോകുന്ന പ്രസ്ഥാനമാണെങ്കിലേ
വേർപാട് സഭ വിജയിക്കുകയുള്ളൂ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സഭയിൽ കടന്നു വരികയും ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവിടെ പരാജയം ഉണ്ടാകും. ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന പ്രസ്ഥാനമായി വളർന്നു വരട്ടെ. ശുശ്രൂഷയായിട്ട് നമ്മുടെ ദൗത്യം നേതൃസ്ഥാനമാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം.